എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭൂത് ബംഗ്ലാവ്, കറുപ്പ്, വ്ലായത്തുബുത്ത എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഭൂത് ബംഗ്ലാവ് എന്ന ഹൊറർ കോമഡി സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയിൽ അക്ഷയ് കുമാറാണ് പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ 12 മുതൽ നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് അതിരടി എന്ന സിനിമയെ പറ്റിയാണ്. ആക്ഷൻ കോമഡി സിനിമയാണ് അതിരടി. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോണി ലീവാണ് അതിരടിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ 19 മുതൽ അതിരടിയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് സുഖമാണ് എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു മലയാള റൊമാൻറ്റിക് കോമഡി ഫാന്റസി സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ഇന്നലെ രാത്രി ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിരിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് ദൃഢം എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ക്രൈം ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ജിയോ ഹോട്ട്സ്റ്റാറിൽ ജൂൺ 12 ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് കറുപ്പ് എന്ന സിനിമയെ പറ്റിയാണ്. സൂര്യ നായകനായ ഒരു തമിഴ് ആക്ഷൻ ഫാന്റസി സിനിമയാണ് കറുപ്പ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ ആദ്യവാരം തന്നെ കറുപ്പിന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് പീറ്റർ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ക്രൈം സസ്പെൻഷൻ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ പോകുന്നു. ഈ ഒരു സിനിമയുടെ OTT ഓൾറെഡി വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമയുടെ OTT വിറ്റുപോയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മമ്മൂട്ടി നായകനായ ബസുക എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു മലയാള ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആക്ഷൻ ഗെയിം തീമാണ് ഈ ഒരു സിനിമയുടെ പ്രധാന ഭാഗമായി പറയുന്നത്. ഇൻവെസ്റ്റിഗേഷനും പ്രധാനമാണ്. ഈ ഒരു സിനിമയുടെ OTT ആദ്യം C5 ആയിരുന്നു വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. ഈ മാസം 26 തന്നെ ബസൂക്കയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്ത അപ്ഡേറ്റ് പള്ളിച്ചട്ടമ്പി എന്ന സിനിമയെ പറ്റിയാണ്. പള്ളിച്ചട്ടമ്പി ഒരു മലയാള പീരിയഡ് ആക്ഷൻ സിനിമയാണ്. ടൊവിനോ തോമസ് നായകനായ ഈ ഒരു സിനിമ ജോസ് ആന്റണിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. മനോരമ മാക്സിൽ ഈ ഒരു സിനിമയുടെ OTT ജൂൺ അവസാന വാരം തന്നെ ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ദൃശ്യം 3 എന്ന സിനിമയെ പറ്റിയാണ്. ദൃശ്യം 3 ഒരു മലയാള ക്രൈം ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണെങ്കിലും ആമസോൺ പ്രൈം ഇപ്പോൾ തന്നെ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചു കഴിഞ്ഞു. അവസാനത്തെ അപ്ഡേറ്റ് കനാത്ത കനോ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ഗ്രാമീണ കോമഡി സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ അവസാനം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്?